ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മഹേന്ദ്രൻ സാർ ചന്ദ്രികയോട് പറയാണ്, നീ വേണം ഇനി മുത്തശ്ശൻ്റെ കമ്പനി മുഴുവനായിട്ടും നോക്കി നടത്താൻ. എൻ്റെ കമ്പനിയോ മേഘ എടുത്തു, മുത്തശ്ശൻ്റെ കമ്പനി നീ എടുത്തോ. ഈ കമ്പനി ഇപ്പം ചെറുതാണ്, പക്ഷേ ജീവിതത്തിൽ മുമ്പോട്ട് വരുന്നതിന് കമ്പനി ചെറുതെന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. നമ്മൾ നന്നായി അധ്വാനിച്ചാൽ മാത്രം മതി. നീ ഹാർഡ് വർക്ക് ചെയ്താൽ ഈ ചെറിയ കമ്പനിയെ നിനക്ക് വലിയ കമ്പനിയാക്കി മാറ്റാം. അത് നിൻ്റെ കയ്യിലാണുള്ളത്. അത് കേട്ട് മുത്തശ്ശനും ലക്ഷ്മിയും സിദ്ധുവൊക്കെ ചിരിക്കുകയാണ്. സിദ്ധു പറയാണ്, അങ്കിളെ എല്ലാവരും കോൺഫറൻസ് ഹാളിലെത്തി. നിങ്ങൾ കൂടി വന്നാൽ നമുക്ക് തുടങ്ങാമായിരുന്നു. വരാം, എല്ലാവരും വരൂ. സിദ്ധു വിളിക്കുകയാണ് വീണ്ടും, വാ അങ്കിളെ വാ. അപ്പോഴേക്കും എല്ലാവരും അവിടെ കോൺഫറൻസ് ഹാളിലെത്തി. എന്നിട്ട് പറയാണ്, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരുന്നോളൂ എല്ലാവരും ഇരുന്നോളൂ. സിറ്റ് ഡൗൺ. ഇരിക്ക്, എല്ലാവരും ഇരിക്ക്. മുത്തശ്ശ ഇരിക്ക്, ചന്ദ്രിക ഇരിക്ക്. പിന്നെ മഹേന്ദ്രൻ സാർ പറയാണ്, ഈ കമ്പനിയിൽ ചില ചേഞ്ചസ് കൊണ്ടുവരാൻ പോവുക. അത് നിങ്ങളോട് ഇൻഫോം ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചത്. പിന്നെ മഹേന്ദ്രൻ സാർ എല്ലാം വിശദമായി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മൗനമായിട്ട്. മഹേന്ദ്രൻ സാറിൻ്റെ സംസാരം കേട്ട് എല്ലാ സ്റ്റാഫ്സും അംഗീകരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം മഹേന്ദ്രൻ സാർ പറയാണ്, ഞാൻ പറഞ്ഞത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മുതൽ ഈ കമ്പനി 2 യൂണിറ്റായിട്ടായിരിക്കും ഫങ്ഷൻ ചെയ്യുന്നത്. ഒരു യൂണിറ്റ് ചന്ദ്രികയും മറ്റൊരു യൂണിറ്റ് മേഘയും നോക്കി നടത്തും. മേഘയ്ക്കും ചന്ദ്രികയ്ക്കും ഇതായിരിക്കും മെയിൻ ഓഫീസ്. ഇവർക്ക് കീഴിൽ നിങ്ങൾ എല്ലാവരും 2 ഡിവിഷനായി വേറെ ആയിരിക്കും ജോലി ചെയ്യാൻ പോകുന്നത്. ചന്ദ്രികയുടെ ഡിവിഷനിൽ ആരാണ് വർക്ക് ചെയ്യേണ്ടത് എന്നും മേഘയുടെ ഡിവിഷനിൽ ആരാണ് വർക്ക് ചെയ്യേണ്ടത് എന്നും നിങ്ങൾ തീരുമാനിക്കുക. സിദ്ധു നിങ്ങൾക്കത് അപ്ഡേറ്റ് ചെയ്യും. എല്ലാ സ്റ്റാഫും ഓക്കെ സാർ എന്ന് പറയണം. പിന്നെ എണീറ്റ് നിന്ന് മഹേന്ദ്രൻ സാർ പറയാണ്, ഇപ്പോൾ ചന്ദ്രിക പുതിയതായി ഉത്തരവാദിത്തം ഏൽക്കുകയാണ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇവളോടും കോപ്പറേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകണം. നമ്മുടെ കമ്പനിയെ അടുത്ത ലെവലിൽ എത്തിക്കണം. ഷുവർ സാർ, ഉറപ്പായിട്ടും ചെയ്യും. ഗീതയാണ് പറഞ്ഞത്. പിന്നെ ഗീത തന്നെ ഫസ്റ്റ് വന്ന് ചന്ദ്രികയ്ക്ക് കൈ കൊടുക്കുകയാണ്. കൺഗ്രാജുലേഷൻസ് ചന്ദ്രികയെ. താങ്ക്സ് ഗീത. പിന്നെ കാണിക്കുന്നത് മേഘയാണ്. മേഘ അവിടെ സീറ്റിലിരുന്നിട്ട് മുത്തശ്ശിക്ക് ഫോൺ ചെയ്യാണ്. മുത്തശ്ശിയോട് പറയാണ്, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മുത്തശ്ശി, മഹേന്ദ്രൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സ്ഥിരമായുള്ള ചെയർമാൻ ഞാനാണ്. എന്നെ മറികടന്ന് ആർക്കും ഈ ഓഫീസിൽ ഒരു തുരുമ്പ് പോലും എടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് മുത്തശ്ശൻ മുറിയിലേക്ക് അടിച്ചു കയറി വരുന്നത്. അതിൻ്റെ പിന്നാലെ മറ്റുള്ളവരും ഉണ്ടായിരുന്നു. അത് കണ്ട് മേഘ ഫോൺ കട്ട് ചെയ്തു. മുത്തശ്ശൻ അകത്ത് കയറിയിട്ട് വിളിക്കുകയാണ്, ചന്ദ്രികയെ നീ വാ. ചന്ദ്രികയ്ക്ക് സീറ്റ് കാട്ടിക്കൊടുത്തിട്ട് മുത്തശ്ശൻ പറയാണ്, ചന്ദ്രികയെ അവിടെ ഇരിക്കുമോളെ. ചന്ദ്രിക മടിച്ച് ചോദിക്കുകയാണ്, എന്തിനാ മുത്തശ്ശ എന്നോട് ഇരിക്കാൻ പറയുന്നേ? മുത്തശ്ശൻ ഇരുന്നാൽ മതി. ഇല്ല ചന്ദ്രികയെ, നീയാണ് ഇരിക്കേണ്ടത്. ഇനി മുതൽ ഈ സീറ്റിൽ നീ വേണം ഇരിക്കാൻ. ലക്ഷ്മിയും പറയാണ്, ചന്ദ്രികയെ ഇരിക്ക് ചന്ദ്രികയെ. അയ്യോ വേണ്ടമ്മേ, എനിക്കിപ്പോൾ ഇത്ര വലിയ പദവിയൊന്നും വേണ്ട. അത് കേട്ട് സിദ്ധുവും മഹേന്ദ്രൻ സാറും ചിരിക്കുകയാണ്. ചന്ദ്രിക വീണ്ടും പറയാണ്, എനിക്കിതിൽ ഒരു മുൻപരിചയവും ഇല്ല. എനിക്ക് ഇത്രയും വലിയ ഉത്തരവാദിത്തം തന്നാൽ ചന്ദ്രിക സിദ്ധു സാർ തന്നെ ഈ സ്ഥാനത്ത് ഇരുന്നോട്ടെ. ഞാൻ അദ്ദേഹം തരുന്ന എല്ലാ ജോലികളും ചെയ്തോളാം. എന്താ ചന്ദ്രിക ഇത്? ആത്മവിശ്വാസം ഇല്ലാത്തതാണ് ഒരാളുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ തടസ്സം. എപ്പോൾ നിനക്ക് ആത്മവിശ്വാസം ഉണ്ടാവുന്നോ അന്നാണ് നിനക്ക് ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാവുന്നത്. നിനക്ക് ജീവിതത്തിൽ മുന്നേറണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ മേഘ കേൾക്കുന്നുണ്ട്. എല്ലാ വെല്ലുവിളികളെയും നേരിട്ടേ പറ്റൂ. മഹേന്ദ്രൻ സാറും പറയാണ്. സിദ്ധു വീണ്ടും പറയാണ്, ആദ്യം നീ മുത്തശ്ശൻ പറഞ്ഞതുപോലെ ആ സീറ്റിൽ പോയി ഇരിക്കാൻ നോക്ക്. നീ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ നിന്നെ സഹായിക്കാം. എന്താ ചന്ദ്രിക ആലോചിക്കുന്നത്? പോയി ഇരിക്ക്, മുത്തശ്ശൻ പറയാം. ചെന്നിരിക്ക്, വാ. മുത്തശ്ശ ഞാൻ പോയി ഇരിക്ക് ചന്ദ്രികയെ. ഇരിക്ക് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ തന്നെ അവളെ ആ സീറ്റിൽ കൊണ്ടുപോയി ഇരുത്തി. അയ്യോ ഷോ എന്ന് പറഞ്ഞ് ചന്ദ്രിക അവിടെ നിന്നും എണീറ്റു. വീണ്ടും മുത്തശ്ശൻ പറയാണ്, ഇരിക്കുമോളെ. ചന്ദ്രിക എന്നിട്ട് പറയാണ്, അതിനു മുന്നേ എന്നെ അനുഗ്രഹിക്കണം മുത്തശ്ശ. ചന്ദ്രിക പിന്നെ ബാഗൊക്കെ അവിടെ വെച്ച് മുത്തശ്ശൻ്റെ കാൽക്കൽ വീഴുകയാണ്. മുത്തശ്ശൻ അവിടെ നിന്ന് എണീപ്പിച്ച് പറയാണ്, ദീർഘായുസ്സായിരിക്കും മോളെ. ഇനി അങ്ങോട്ട് നീ വെക്കുന്ന ഓരോ ചുവടും നിനക്ക് വിജയം നേടിത്തരും. ഇരിക്ക് മോളെ നീ.
ചന്ദ്രിക ഇരുന്ന് കഴിഞ്ഞപ്പോൾ സിദ്ധു അവിടെ വന്ന് പറയാണ്, ആ ചന്ദ്രികയെ കൺഗ്രാജുലേഷൻസ്. ചന്ദ്രിക ചിരിച്ചുകൊണ്ട് പറയാണ്, താങ്ക് യു സാർ. പിന്നെ മഹേന്ദ്രൻ സാർ പറയാണ്, ചന്ദ്രികയെ ഇപ്പോഴാണ് ഈ ക്യാബിനിൽ കുറച്ച് പ്രകാശം വന്നത്. അത് കേട്ട് മേഘ നോക്കുകയാണ്. ലക്ഷ്മി പറയാണ്, ചന്ദ്രിക ഈ ചെയറിൽ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ല സന്തോഷം തോന്നണേട്ടാ. അത് കേട്ട് ചന്ദ്രികയ്ക്ക് കരച്ചിൽ വന്നു. എന്തായാലും എൻ്റെ പേരക്കുട്ടിയെ എൻ്റെ കമ്പനിയുടെ ഡയറക്ടറായി നിയമിക്കാൻ കഴിഞ്ഞു. മുത്തശ്ശൻ വീണ്ടും പറയാണ്, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത് ചെറിയ യൂണിറ്റാ. പക്ഷേ നീ മഹേന്ദ്രനെ പോലെ കഠിനാധ്വാനം ചെയ്ത് പല കമ്പനികളും ഇതിനോടൊപ്പം ചേർക്കണം. മഹേന്ദ്രനും ഇങ്ങനെ തന്നെയാണ് ഞാൻ കമ്പനി ഏൽപ്പിച്ചത്. ഇതിൽ നിന്നും അധ്വാനിച്ച അവൻ പല കമ്പനികളും ഉണ്ടാക്കിയത്. നീയും നിൻ്റെ അച്ഛനെ പോലെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണം. ചന്ദ്രിക പറയാണ്. മേഘ അവളുടെ സീറ്റിൽ നിന്നും ദേഷ്യത്തോടെ മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നോട് മത്സരിച്ച് ചന്ദ്രികയെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. അവൾ എത്ര ദിവസം ഇവിടെ ഇരിക്കുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ചന്ദ്രിക മേഘയെ ഒന്ന് നോക്കുകയാണ്. മേഘ ദേഷ്യത്തോടെ എന്ന് പറഞ്ഞ് എണീറ്റ് പോയി. മേഘ പോയി കഴിഞ്ഞപ്പോൾ മഹേന്ദ്രൻ സാറ് ചന്ദ്രികയോടായിട്ട് പറയാണ്, ചന്ദ്രികയെ മേഘയെ മാത്രം നല്ല ശ്രദ്ധയോടെ വേണം നോക്കാൻ. ശരി സാർ. പിന്നെ ലക്ഷ്മി, അതെ ഏട്ടാ, നമുക്കെല്ലാവർക്കും ക്ഷേത്രത്തിൽ പോയി ഒരു അർച്ചന നടത്തിയാലോ? പോകാലോ. വാ വാ ചന്ദ്രികയെ, വാ മോളെ, എല്ലാവർക്കും പോകാം. ചന്ദ്രനച്ഛൻ മേഘയെ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, മേഘയെ ഇതുവരെ കണ്ടില്ലല്ലോ. മേഘയുടെ കാറ് വന്ന് ചന്ദ്രനച്ഛൻ്റെ അരികിൽ നിർത്തി. എന്നിട്ട് അയാൾ പറയാണ്, മേഘ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അപ്പം മേഘ, സംസാരിക്കാനൊക്കെ പിന്നെ സംസാരിക്കാം, ആദ്യം കാറിൽ വന്ന് കയറ്. ശരി മോളെ. അയാൾ കാറിൽ കയറിയിരിക്കുകയാണ് ഒന്നും പറയാതെ. അപ്പം മേഘ പറയാണ്, എന്താ കാര്യം എന്ന് പറയച്ചാ. എന്തിനാ അച്ഛൻ പെട്ടെന്ന് വരാൻ വേണ്ടി പറഞ്ഞത്? അത് എന്താന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ആ മനീഷിൻ്റെ കയ്യിൽ ചെന്ന് പെട്ടുപോയി മോളെ. എന്താ അച്ഛാ ഈ പറയുന്നേ? അതേ മോളെ, ഇന്നലെ ഞാൻ അവൻ്റെ മുന്നിൽ ചെന്ന് പെട്ടുപോയി. പിന്നെ ഉണ്ടായ സംഭവങ്ങൾ, നടന്ന സംഭവങ്ങളെല്ലാം അയാൾ വിശദമായി മേഘയോട് പറയാണ്. മനീഷ് അടിക്കുന്നതും മനീഷ് പറയുന്നതും, നീയല്ലേ എൻ്റെ കാറിൽ നിന്നും 20 ലക്ഷം രൂപ അന്ന് മോഷ്ടിച്ചത്. ഒടുവിൽ മനീഷിൻ്റെ കണ്ണിൽ മണ്ണ് വാരി എറിഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടതാ മോളെ. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ആ മനീഷ് അവനെന്നെ കൊന്നുകളഞ്ഞേനെ മോളെ. അവനെന്നോട് അത്രയധികം ദേഷ്യമുണ്ട് മോളെ. എന്താ അച്ഛൻ ഇങ്ങനെ കെയർലെസ് ആയിരിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ അവൻ അച്ഛനാണ് മോഷണം നടത്തിയെന്ന് കണ്ടുപിടിച്ചെന്ന്. അവൻ്റെ കയ്യിൽ CCTV ഫുട്ടേജ് വരെയുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അച്ഛനിങ്ങനെ പുറത്തിറങ്ങി ധൈര്യത്തോടെ നടക്കുകയാണോ? അവൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാതെ ഞാനാണ് അവനെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അച്ഛൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നെയാണ് അത് ബാധിക്കുന്നത്. ഇനിയെങ്കിലും ഒന്ന് സൂക്ഷിക്കച്ചാ. അതെന്തിനാ മോളെ അങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ പിടിക്കപ്പെട്ടാലും ഒരിക്കലും നിന്നെ ഞാൻ കാട്ടിക്കൊടുക്കില്ല. ഇത് കേട്ടോ, ഞാൻ എൻ്റെ ജീവൻ തന്നെ പോയാലും ഞാൻ നാവനക്കില്ല മോളെ. അതെനിക്കറിയാം അച്ഛാ. നമ്മളെന്തിനാ ആവശ്യമില്ലാതെ റിസ്ക് എടുക്കുന്നേ? കുറച്ച് നാളത്തേക്ക് പുറത്തിറങ്ങണ്ട. അച്ഛൻ ദൂരേക്ക് എവിടെയെങ്കിലും മാറി നിൽക്ക്. അവന് അച്ഛനോട് വല്ലാത്ത ദേഷ്യ. അച്ഛനെ വീണ്ടും കണ്ടു കഴിഞ്ഞാൽ അവൻ വെറുതെ വിടില്ല. ശരി മേഘ, ദേ ഇങ്ങോട്ട് നോക്ക്. ഇനി നീ അതോർത്ത് വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. അവനെ എപ്പോൾ എന്ത് ചെയ്യണം എന്നെനിക്ക് നന്നായിട്ടറിയാം. മോള് വിഷമിക്കണ്ട. എന്തായാലും അച്ഛൻ സൂക്ഷിക്കണം. ശരി മോളെ. ശരി, ആരെങ്കിലും കാണുന്നതിന് മുമ്പ് അച്ഛൻ ഇറങ്ങാൻ നോക്ക്. ഞാൻ പോകുന്നു. എന്നാൽ ശരി മോളെ, ഞാൻ ഇവിടെ ഇറങ്ങട്ടെ. ശരി അച്ഛാ. നീ സമാധാനമായിട്ടിരിക്കുക, ഇത് ഞാൻ നോക്കിക്കോളാം. സൂക്ഷിച്ചു പോകണേ മോളെ. ശരി അച്ഛാ. മഹേന്ദ്രൻ സാർ ഒരു ബനിയനും ഒരു ലുങ്കിയും ഒക്കെ ഇട്ട് ഒരു തോർത്ത് മുണ്ടെടുത്ത് തലയിലൊക്കെ കെട്ടി പാടത്തൊക്കെ പണിയെടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് മലർ പറയാണ്, ഇതാ മുത്തശ്ശ നോക്ക്. മുത്തശ്ശന് കുഴിച്ചിടാൻ വേണ്ടി ചെടി കൊടുക്കുകയാണ്. ഇതിൽ ഒരുപാട് പൂക്കളുണ്ടാവും മുത്തശ്ശ. അതേ മോളെ, ഒരുപാട് പൂക്കളുണ്ടാവും. ഇനി മുതൽ മോൾക്ക് സ്കൂളിൽ പോകുമ്പോൾ റോസാപ്പൂവും വെച്ചിട്ട് പോകാം. താങ്ക് യു മുത്തശ്ശ. എനിക്ക് റോസാപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. മോൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. ഇനിയും ഒരുപാട് പൂച്ചെടികൾ വെക്കുന്നുണ്ട്. ഓരോ ദിവസവും നിനക്ക് ഓരോ പൂവ് തലയിൽ വെച്ചിട്ട് പോകാം. അപ്പോഴാണ് ലക്ഷ്മി ചായയുമായിട്ട് വരുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ഏട്ടാ, കൊച്ചുമോൾക്ക് വേണ്ടി ഒരു പൂന്തോട്ടം തന്നെ ഉണ്ടാക്കുകയാണോ?
ആ പിന്നല്ലാതെ, മലറിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഇതാ ഏട്ടാ, വെയിലുണ്ട്, ഇത് കുടിക്ക്. ഞാൻ ചോദിക്കണം എന്ന് കരുതിയതാ, കൃത്യമായിട്ട് കൊണ്ടുവന്നു. ഇത് മലറിന് കൊടുക്ക്. മഹേന്ദ്രൻ പണിയെടുക്കുന്നത് കണ്ടിട്ട് അപ്പുറത്തുനിന്ന് വീട്ടിൽ നിന്നും വാസുവും ജാനകിയും നോക്കുകയാണ്. വാസു അത് കണ്ട് ചിരിക്കുകയാണ്. കണ്ടില്ലേ ജാനകി, നമ്മുടെ മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ ഇപ്പോൾ ഈ വീട്ടിലെ തോട്ടക്കാരനായി. അത് കേട്ട് മഹേന്ദ്രനും ലക്ഷ്മിയും നോക്കുകയാണ്. അപ്പോൾ ജാനകി പറയാണ്, എൻ്റെ ഭർത്താവിൻ്റെ മേൽ കള്ളക്കുറ്റം ആരോപിച്ച് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടു. ഇദ്ദേഹം പണം എടുത്തിട്ടില്ല എന്ന് തെളിഞ്ഞതിന് ശേഷവും ഇദ്ദേഹത്തിന് ആ ജോലി തിരിച്ചു കൊടുക്കാതെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തി. ഇപ്പോൾ മേഘ ആ ജോലി ഇദ്ദേഹത്തിന് തന്നെ കൊടുത്തിരിക്കുക. പറഞ്ഞു വരുമ്പോൾ മേഘ ഏതോ ഒരുത്തിയ. അവൾക്ക് എൻ്റെ ഭർത്താവിനുണ്ടായ വിശ്വാസം ഏട്ടനില്ലാതെ പോയതിലാ എനിക്ക് ഇത്രയും വിഷമം തോന്നിയത്. എന്നാലും സാരമില്ല, ദൈവം ഞങ്ങൾക്ക് നല്ലത് മാത്രമാണ് ചെയ്തത്, അതും മേഘയുടെ രൂപത്തിൽ. അപ്പോൾ മഹേന്ദ്ര സാർ അവിടെ നിന്ന് പറയാണ്, നിനക്ക് മേഘയെക്കുറിച്ച് അറിയില്ല ജാനകി. അവൾ കാരണമില്ലാതെ ഒന്നും ചെയ്യില്ല. 25 വർഷം അവളെ താലോലിച്ച് ഓമനിച്ച് വളർത്തിയ ഞങ്ങളെ എവിടെ കൊണ്ടുവന്ന് എത്തിച്ചെന്ന് നോക്ക്. എന്നിട്ട് ഒന്നും ചെയ്യാതെ നിന്റെ ഭർത്താവിനെ അവൾ സഹായിച്ചാൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അവൾ കാരണമില്ലാതെ ഒന്നും ചെയ്യില്ല. 25 വർഷം താലോലിച്ച് ഓമനിച്ച് വളർത്തിയ ഞങ്ങളെ എവിടെ കൊണ്ടുവന്ന് എത്തിച്ച് എന്ന് നോക്ക്. എന്നിട്ട് ഒന്നും ചെയ്യാത്ത നിന്റെ ഭർത്താവിനെ അവൾ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ആ കാരണം നല്ലതായിരിക്കാൻ ഒരു സാധ്യതയില്ല. എന്തായാലും അവളുടെ അടുത്തൊന്ന് ശ്രദ്ധിച്ച് നിൽക്ക്, അതാ നിനക്ക് നല്ലത്. അത് കേട്ട് ജാനകി പറയാണ്, എല്ലാവരെയും സംശയിക്കുന്നത് ശീലമാക്കിയ ഒരു ഏട്ടന് ഇങ്ങനെയൊക്കെ തന്നെയാ തോന്നുകയുള്ളൂ. എൻ്റെ ഭർത്താവിനെ വീട്ടിൽ നിന്നേ പുറത്താക്കിയ ഏട്ടനേക്കാൾ നല്ലത് മേഘ തന്നെയാണ്. എന്നെ ആപത്തിൽ സഹായിച്ച മേഘയാണ് എനിക്ക് പ്രധാനം. ഞാൻ അവളെയേ വിശ്വസിക്കൂ. അത് കേട്ട് മഹേന്ദ്രൻ സാർ ചിരിക്കുകയാണ് പുച്ഛത്തോടെ. അപ്പോൾ വാസു പറയാണ്, ജാനകി എന്തിനാ ആവശ്യമില്ലാതെ ഇവരോടൊക്കെ സംസാരിക്കുന്നേ? വേറെ ജോലിയൊന്നും ഇല്ലാത്തവരെ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. നമുക്ക് 1000 ജോലികളില്ലേ, വാ നമുക്ക് പോകാം. അപ്പോഴാണ് മഹേന്ദ്രൻ സാർ വിളിക്കുന്നത്, വാസു, നല്ല സമയം. എന്നെങ്കിലും ഒരു ദിവസം നിന്റെ തനി സ്വരൂപം ജാനകി ഉറപ്പായും മനസ്സിലാക്കും. അന്ന് ജാനകി തന്നെയായിരിക്കും വിഷമിക്കുക. ലക്ഷ്മി, വാ നമുക്ക് പോകാം. വാ ഏട്ടാ. മലർ വന്നേ. അപ്പോൾ മഹേന്ദ്ര സാറും വിളിക്കുകയാണ്, മലർ വന്നേ മോളെ. അടുത്ത ദിവസം ചന്ദ്രിക ഓഫീസിലേക്ക് വരികയാണ്. എന്നിട്ട് അവൾ അവളുടെ ക്യാബിനിൽ എത്തിയിട്ട് ആ കസേരയിൽ നോക്കിയിട്ട് പറയാണ്, അയ്യോ, ഇത്രയും വലിയ ക്യാബിനിൽ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഇരിക്കുക? ഈ സീറ്റിൽ ഇരിക്കണമെങ്കിൽ അതിനുള്ളൊരു യോഗ്യത വേണം, നല്ല വിദ്യാഭ്യാസം വേണം, നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം. മുത്തശ്ശൻ ഇരിക്കാൻ പറഞ്ഞതുകൊണ്ട് ഈ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് വലിയ തെറ്റായി പോവും. ഇത് സിദ്ധു സാറിനെ ചേരൂ. ഞാൻ ചെന്ന് എൻ്റെ പഴയ സ്ഥലത്ത് തന്നെ ഇരിക്കാം. ചന്ദ്രിക പിന്നെ തിരിച്ചു പോയി പഴയ സീറ്റിലേക്ക് ഇരിക്കാൻ പോവാണ്. ചന്ദ്രിക പഴയ സീറ്റിൽ ഇരിക്കുന്നത് കണ്ട് ഗീത ചോദിക്കുകയാണ്, ഏയ് ചന്ദ്രികേ, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? അത് പിന്നെ വെറുതെ. നീ ഇവിടെയൊന്നും വന്നിരിക്കാൻ പാടില്ല, നിന്റെ ക്യാബിൻ അവിടെയല്ലേ ഉള്ളത്. ത്യാഗരാജൻ സാർ പറഞ്ഞതല്ലേ, ചെല്ല് അവിടെ പോയിരിക്കേ. എനിക്ക് അവിടെ ഇരിക്കാനൊരു വിഷമം പോലെ ഗീതേ. എന്തിനി? ആ സീറ്റിലൊക്കെ ഇരിക്കാനൊരു യോഗ്യത വേണ്ടേ, വലിയ വിദ്യാഭ്യാസമൊക്കെ വേണ്ടേ? ഞാനാണെങ്കിൽ വീട്ടു ജോലി ചെയ്തിരുന്നവളാ. മഹേന്ദ്രൻ സാറിൻ്റെ മകളെന്ന ഒറ്റ കാരണം കൊണ്ട് ഞാൻ എങ്ങനെയാ ആ സീറ്റിൽ ചെന്ന് ഇരിക്കുക? ആ സീറ്റിന് ഒരു ബഹുമാനമൊക്കെ ഇല്ലേ? എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരും എന്നേക്കാൾ നോളജ് ഉള്ളവരും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ചെന്ന് ആ സീറ്റിലിരിക്കുന്നത് എനിക്കെന്തോ അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. നീ പറയുന്നതൊക്കെ ശരി തന്നെ, പക്ഷേ ജനിക്കുമ്പോഴേ എല്ലാവരും എല്ലാ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല ജനിക്കുന്നത്. അനുഭവം കൊണ്ടാണ് ഇതൊക്കെ പഠിക്കുന്നത്. അതുകൊണ്ട് നീ ഇപ്പോൾ ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. ആദ്യം നീ നിൻ്റെ ക്യാബിനിൽ പോയി ഇരിക്കാൻ നോക്ക്. വേണ്ട ഗീതേ. സിദ്ധു നേരെ ക്യാബിനിലേക്കാണ് വന്നത്. എന്നിട്ട് സിദ്ധു ആ കസേര നോക്കിയിട്ട് പറയാണ്, ഇതെന്താ ചന്ദ്രിക ഇതുവരെ എത്തിയില്ലല്ലോ? രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ടതാണല്ലോ, എവിടെ പോയിട്ടുണ്ടാവും? അപ്പോഴാണ് സിദ്ധു കാണുന്നത് ചന്ദ്രികയുടെ പഴയ സീറ്റിൽ വന്നിരുന്നത്. സിദ്ധു വന്നിട്ട് വിളിക്കുകയാണ്, ചന്ദ്രികയെ. എന്താ സാർ, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? പിന്നെ ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് സാർ, എനിക്ക് ആ ക്യാബിനിലിരിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു.
ഇന്നലെ മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് ഇരുന്നതാണ് ഞാൻ. ആ സീറ്റിലിരിക്കാൻ എനിക്ക് വല്ലാത്ത നാണക്കേട് തോന്നുന്നു. അപ്പോൾ അത് കേട്ട് സിദ്ധു പറയാണ്, എന്താടോ, അതിലിരിക്കാൻ ഒരു യോഗ്യത ഒക്കെ വേണ്ടേ സാർ? സാറാണ് ആ സീറ്റിൽ ഇരിക്കേണ്ടത്. ഞാൻ ഇവിടെ ഇരുന്ന് എല്ലാ ജോലികളും ചെയ്തോളാം. ചന്ദ്രികെ, എന്താടോ താനിങ്ങനെ? നിന്നോട് മുത്തശ്ശൻ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? അദ്ദേഹം പറഞ്ഞത് ബഹുമാനിച്ച് നീ ആ സീറ്റിലാണ് ഇരിക്കേണ്ടത്. ചന്ദ്രിക പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് മേഘ വന്നിട്ട് ചന്ദ്രികയോട് പറയാണ്, ഗുഡ് മോർണിംഗ്. ഇനി മുതൽ ഇവിടെയാണോ ഇരിക്കാൻ പോകുന്നത്? മുത്തശ്ശൻ എന്നോട് ഇവിടെ ഇരിക്കാനാണ് പറഞ്ഞത്. ഈ ക്യാബിനുള്ളിലേക്ക് വരാൻ ഒരു ബേസിക് ക്വാളിറ്റി വേണം. നിനക്ക് വിദ്യാഭ്യാസമുണ്ടോ? അല്ലെങ്കിൽ ഇംഗ്ലീഷെങ്കിലും സംസാരിക്കാൻ അറിയോ? ഹായ് ചന്ദ്രിക. പെട്ടെന്നാണ് ചൈനയിൽ നിന്നും ഒരു ടീം വന്ന് ചന്ദ്രികയോട് ഇംഗ്ലീഷിൽ എന്തൊക്കെയോ സംസാരിച്ചിട്ട് പരിചയപ്പെടാൻ വന്നത്. അപ്പോൾ ചന്ദ്രിക ഷോക്കടിച്ചതുപോലെ ഇരിക്കുകയാണ്. അത് കണ്ട് മേഘ ഇപ്പുറത്തെ കസേരയിൽ നിന്നും ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അതും അറിയിക്കുക. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.